ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി എക്സാമിനെ പറ്റിയിട്ട് പറയാനാണ്. അപ്പോൾ കെമിസ്ട്രി എക്സാം എനിക്ക് തോന്നുന്നു മാത്സിനെയും ഫിസിക്സിനെയും അപേക്ഷിച്ച് ഇച്ചിരി എളുപ്പമായിരുന്നു. ഫസ്റ്റ് ടേമിൽ നിന്നൊന്നും ഒരുപാടൊന്നും ചോദിച്ചില്ല, സെക്കൻഡ് ടേമിൽ നിന്നാണ് തോന്നുന്നു കൂടുതൽ ചോദിച്ചത്. പിന്നെ ഈ 4 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 1 തൊട്ട് 5 വരെ, അത് എനിക്ക് ഇച്ചിരി കഷ്ടമായിരുന്നു. അതിൽ ഒന്നാമത്തേത് മിഷ്മെറ്റൽ, രണ്ടാമത്തേത് ഞാൻ എഴുതിയത് EDTA, പക്ഷേ EDTA അല്ല, മറ്റേ അയഡോഫോമും DDT ഒക്കെ ആണെന്ന് തോന്നുന്നു, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ മൂന്നാമത്തേതും എൻ്റെ തെറ്റാന്ന് തോന്നുന്നു, അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടുപിടിച്ച് എനിക്ക് -ഒക്കെ കിട്ടി, പക്ഷേ 6 ആണെന്ന് തോന്നുന്നു കോർഡിനേഷൻ കോമ്പൗണ്ട് വരുന്നത്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്, പക്ഷേ അതിൻ്റെ ഓറ് ഞാൻ എഴുതിയിട്ടുണ്ട്. നാലാമത്തേത് ലൂക്കാസ് റിയേജൻ്റ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും HCl. പിന്നെ അഞ്ചാമത്തേതിൻ്റെ B ആണെന്ന് തോന്നുന്നു. ആറാമത്തേത് എഴുതി. പിന്നെ ഏഴാമത്തേത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ അത് എഴുതി, അത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എക്സാമ്പിളായിട്ട് എഴുതാം. എട്ടാമത്തേത് അത് ബിയുടെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബിയുടെ സ്ട്രക്ചർ എഴുതിയില്ല, ഫുൾ ഫോം എഴുതി വെച്ചു. അതിന് ഒരു ഇരിക്കട്ടെ, എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ 9ാമത്തേത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 10ാമത്തേത് മറ്റേ ഫോസ്ജീൻ്റെ ഫോർമേഷൻ എഴുതി. പിന്നെ എന്തുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ പോയ്സണസ് ഗ്യാസ് ഉണ്ടാകുന്നത്, അത് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ലോറോഫോം. 11ാമത്തേതും എഴുതിയിട്ടുണ്ട്. 12ാമത്തേത് എഴുതി. 13 എഴുതി. 14 എനിക്ക് അപ്പോൾ ഓർമ്മ കിട്ടിയില്ല, അപ്പോൾ ഈ സ്ട്രക്ചർ ഞാൻ ചുമ്മാ അവിടെ വെച്ച് എഴുതി നോക്കിയാൽ, പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. 15ാമത്തേത് എഴുതി, അത് അസിഡിക് എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി എന്നല്ലേ, അപ്പം ആണെന്ന് തോന്നുന്നു, പക്ഷേ ബിയും പ്രൈമറി തന്നെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് അറിയത്തില്ല. പിന്നെ 16ാമത്തേത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. കെമിസ്ട്രിയിലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം, അവിടെ നിന്ന് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫിസിക്സിലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എഴുതിയ. ലാസ്റ്റ് വരുമ്പോൾ R1/R2 = R3/R4 പോരെ, അപ്പം അതുകൊണ്ട് ഞാൻ ഫിസിക്സിൽ തന്നെ എഴുതി വെച്ചു. അത് ദൈവം സഹായിച്ച് അത് മറന്നില്ല. സാധാരണ ഫിസിക്സിൻ്റെ എഴുതി കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, പക്ഷേ അത് മറന്നില്ല, ബ്രെയിനിലുണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതി. 17ാമത്തെ എഴുതിയില്ല. 18 എഴുതിയിട്ടുണ്ട്, സിസും ട്രാൻസും, അത് എഴുതിയിട്ടുണ്ട്. 19ാമത്തേത് എനിക്കത് സംശയമുണ്ട്, അത് ശരിയാണോ എന്നുള്ളത്. ഈ നെയിമിങ് ഞാൻ പഠിക്കാതെ പോയത്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ വന്നേക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നും അതുപോലെ ആൽക്കഹോൾസിൽ നിന്നൊക്കെയാണ്, സെക്കൻഡ് കമ്പോഷൻസിൽ നിന്നാണ്. പിന്നെ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറച്ചേ വന്നിട്ടുള്ളൂ. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഒരു ഇതിൽ നിന്ന് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നാണല്ലോ ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനെ ഫസ്റ്റ് ടേമിൽ നിന്ന് വന്നുള്ളൂ. പിന്നെ 16ാമത്തെ ഞാൻ പറഞ്ഞു, 17 പറഞ്ഞു, 19 എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റാണെന്ന് അറിയത്തില്ല. 20 വേണസ് തിയറി, അത് കറക്റ്റാണ്. 21ാമത്തേത് ഞാൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്നുള്ള ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇതുവരെ, അതുകൊണ്ട് ഞാൻ ആ പേര് വെച്ചിട്ട് കുറച്ച് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി എഴുതി. അതെന്തോ എഴുതിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല, അങ്ങ് എഴുതി. പിന്നെ ആ 21ാമത്തെ ജസ്റ്റ് അറ്റൻഡ് ചെയ്തേ ഉള്ളൂ, അത് ശരിക്കും അറിയത്തില്ലായിരുന്നു. 22ാമത്തേത് എനാൻഷ്യോമസും അതുപോലെ ആംപീഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ്, അത് എഴുതിയിട്ടുണ്ട്. 23ാമത്തെ എഴുതിയിട്ടുണ്ട്. പിക്രിക് ആസിഡിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ, അതൊക്കെ എക്സാമിനറിന് ഞാൻ ലൈവ് ഇന്നലെ കണ്ടായിരുന്നു. 99 ക്വസ്റ്റ്യൻസിൻ്റെ അല്ലാത്ത കണ്ടു, തിയറി അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് തിയറിയുടേത് പ്രത്യേകം കണ്ടു വൺ ഷോട്ടിന്. 24ാമത്തേത് എനിക്ക് സംശയമുണ്ട് അത് ശരിയാണോന്ന്, അതിൻ്റെ B ശരിയാണ്. പിന്നെ 25 ചുമ്മാ അറ്റൻഡ് ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കോമ്പൗണ്ട്സാണ്, എനിക്കറിയത്തില്ല ഇത് ഏതൊക്കെയാണ്. എനിക്ക് ആ ഒരു ഭാഗം വരുന്നു, 3 മാർക്കിൻ്റെ ഭാഗം വരുന്നു കുറച്ച് ടഫായിട്ട് തോന്നി. 27 എഴുതിയിട്ടുണ്ട്, റിവേഴ്സ് ഓസ്മോസിസ്. പിന്നെ ഇതിൻ്റെ ആൻസർ 0.2777 അങ്ങനെ അങ്ങ് പോകും, അപ്പോൾ 278 ആക്കി ഞാൻ റൗണ്ട് ചെയ്ത് എഴുതി. 28ാമത്തേതും വലിയ കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ B ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, അതെന്തോ എനിക്കറിയത്തില്ല. ഞാൻ മെഡിസിനകത്ത് ഉപയോഗിക്കും, അതുപോലെ മെഡിസിൻ ഉണ്ടാക്കാനും അതുപോലെ കളർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനും ഒക്കെ എഴുതി, അതിന് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. 29ാമത്തേത് സെറ്റ്സ് ഓഫ് റൂൾ, അത് എഴുതി. അതിൻ്റെ B SN1 SN2 ആ ഒരു റിയാക്ഷൻ അത് എഴുതി, റിയാക്ഷൻ അല്ല ആ ഒരു ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എഴുതി. പിന്നെ 30ാമത്തേത് കോൾസ് റിയാക്ഷനും എഴുതി, എസ്റ്ററിഫിക്കേഷനും എഴുതി. 31ാമത്തേതും എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു പാർട്ടൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ 3 മാർക്കിൻ്റെ വരുന്ന പാർട്ടായിരുന്നു കുഴപ്പം. അതുപോലെ ഫസ്റ്റ് ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഈ ഒരു പാർട്ടിൽ വരണമായിരുന്നു കുഴപ്പം. പിന്നെ ഈ 3 എക്സാം എഴുതിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ +1 കഷ്ടപ്പെട്ട കുട്ടി വട്ടം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും. നമ്മൾ തലേന്നുള്ള പഠിത്തം തന്നെ ശരിയല്ല, തലേന്ന് പഠിക്കുന്നതുകൊണ്ടാണ് ഈ ഓർമ്മ നിൽക്കാത്തത്. അപ്പം ഇച്ചിരി സീരിയസ്നെസ് കുറവായിരുന്നു എന്ന് തോന്നി ഈ വർഷം. അതുകൊണ്ട് ക്രിസ്മസ് എക്സാം ഞാനിനി വലിയ കാര്യമാക്കുന്നില്ല, കാര്യമാക്കാനും ഇനി കാര്യമില്ല. അതുകൊണ്ട് പറ്റുന്ന കൂട്ട് ഞാൻ പഠിക്കുമെന്നല്ലാതെ ഇതിനെ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞുള്ള ആ ഒരു 10 ദിവസത്തെ ലീവിന്
എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇനി പ്രാക്ടിക്കൽസ് വരുന്നു, മോഡൽ വരുന്നു, ഇനി സമയമില്ലല്ലോ. അതുകൊണ്ട് ഇനി ആ ഒരു ഇതിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.